ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടി വറുത്തരച്ച് വെച്ച കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും അതേപോലെ ഗോതമ്പൂട്ടിൻ്റെ കൂടെയോ അരിപ്പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ തിരണ്ടി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചത് 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 20 എണ്ണം, 8 വെളുത്തുള്ളി, ഒരു മീഡിയം പീസ് ഇഞ്ചി, അതുപോലെ പച്ചമുളക് 2 എണ്ണം, പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇനി കുടംപുളി ഒരു 5 മീഡിയം പീസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇടുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ അളവിലായതുകൊണ്ട് വേഗം വറുത്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 12 കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങയോടൊപ്പം തന്നെ അത് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളർ ആകുന്നത് പോലെ ആകുന്ന വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആയാലേ ആ വറുത്തരച്ച കറിക്ക് ഒരു കളർ കിട്ടുകയുള്ളൂ. ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ എപ്പോഴും വളരെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മല്ലിപ്പൊടിയും കുറച്ചധികം നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ചെറിയ ചൂടിലാണ് തീ വെച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒപ്പം 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി അതും ചേർത്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല, പാനിൽ ചൂടുണ്ടാവും, പൊടികൾ കരിഞ്ഞു പോവില്ല. ഇപ്പോൾ പൊടിയൊക്കെ നല്ല ആ ഒരു പാകത്തിന് കളർ വന്നിട്ടുണ്ട്. ഇനി ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴേക്കും കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ചെറിയ ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കുടംപുളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർക്കുമ്പോഴേക്കും എപ്പോഴും അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് കീറിയിട്ടിടുകയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടെല്ലാം ഒന്ന് മിക്സിയിൽ കുറേശ്ശെ വെള്ളം ചേർത്ത് നന്ന പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇനി നന്നായിട്ട് വഴന്ന ഉള്ളിയിലേക്ക് ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി, കൂട്ടി വെക്കരുത്. ഇനി കറിവേപ്പിലയും ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആ തിരണ്ടി കഴുകി വൃത്തിയാക്കി വെച്ച തിരണ്ടി ചേർത്ത് കൊടുക്കാം. ഈ തിരണ്ടിയിൽ നിന്നും കുറച്ച് വെള്ളം അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓരോ പീസുകളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി തീ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും എണ്ണയൊക്കെ ഇപ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തിരണ്ടി വറുത്തരച്ച കറിയാണ്. ഇതുപോലെ തന്നെ ഈ റെസിപ്പിയിൽ തന്നെ നമുക്ക് സ്രാഗ്, അതായത് ഷാർക്ക്, ആ ഫിഷും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.